ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഒരുപാട് പഠനഭാരമുണ്ട്, എങ്ങനെയെങ്കിലും സിലബസ് കുറച്ച് തരുമോ എന്നുള്ളത്. അന്ന്, അതായത് നമ്മുടെ കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ശിവൻകുട്ടി സർ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തായാലും നമ്മുടെ കരിക്കുലം കമ്മിറ്റി ഉൾപ്പെടെ അതിനൊരു അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ 25% സിലബസ് കുറയ്ക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നു. പക്ഷേ അവസാനമായപ്പോൾ വിദ്യാർത്ഥികൾ പിന്നെയും അതിൽ പിടിച്ച് ഒരുപാട് വിവാദങ്ങൾ വന്നു. പരീക്ഷയിൽ പോർഷൻസ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സീരിയസ്ലി ഈ കരിക്കുലം കമ്മിറ്റി അപ്രൂവലായി എന്ന് അദ്ദേഹം പറഞ്ഞൊരു ക്ലിപ്പ് ഇപ്പോഴും വൈറലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ 10ാം ക്ലാസ്, ആ സമയത്ത് 9ാം ക്ലാസ്സിലായിരുന്ന ഇപ്പോൾ ജയിച്ച് 10ാം ക്ലാസ്സിലെത്തിയ SSLC വിദ്യാർത്ഥികളും അതുപോലെ തന്നെ 1 മുതൽ 10 വരെ എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കുകയാണ്, പഠനഭാരം കൂടുതലാണ്. ഇതായപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓണപരീക്ഷ എത്താൻ പോവുകയാണ്. അതുപോലെയാണ് ഇനി +1 +2 ഒക്കെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസുകൾ മീൻസ് പഠനഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി സിലബസ് വെട്ടിച്ചുരുക്കുമോ, പരിഷ്കരിക്കപ്പെടുമോ? ഇപ്പോൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇത്തവണ പരീക്ഷയ്ക്ക് എന്താണ് ഒരു ഫോക്കസ് ഏരിയ, അല്ലെങ്കിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം, ഒരു കലണ്ടർ രൂപീകരിക്കുക എന്നുള്ളതാണ്. പല അധ്യാപകരും ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള ഓവർലോഡും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പല എക്സാമുകൾക്കിടയിലുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ടൈമും, പിന്നെ ഈ ഓൾ പാസ് അതുപോലെ തന്നെ പാസ് മാർക്കിലൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങിയിട്ടുള്ളതും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധിക ഭാരം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഞങ്ങളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി സിലബസ് കുറയ്ക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സ്ഥിരീകരണമോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. എല്ലാ സ്കൂളുകളിലും ആസ് പെർ ദ സിലബസ്, കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത്. പക്ഷേ പല വിദ്യാർത്ഥികളും പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തിലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച അതേ പ്രശ്നം പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതേ വാർത്തകളുടെ അപ്ഡേറ്റ് പറയുമ്പോൾ സത്യത്തിൽ ഒരു സൈഡിൽ നിന്ന് മാറിയിരുന്ന് കിട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. കാരണം ഇത്രയധികം പോർഷൻസ് പഠിച്ചാണ് ആ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പിറകെ വരുന്നവർക്കും അത്തരം ആനുകൂല്യം നൽകേണ്ട ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പഠനഭാരം കൂടുതലാണോ, എന്ത് തരത്തിലുള്ള തീരുമാനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.